ഹലോ, അസ്സലാമു അലൈക്കും. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കട്ടോ. 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളാ. വയറ്റിൽ ഊറിയപ്പോഴേക്കും തങ്ക തെറിച്ചു പോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായി. പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോട് പറയാറുണ്ട്. അതിന്റെ ശേഷം ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായി. പറയാറില്ല, ഉള്ളിലുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? കേട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം, അവിടുത്തെ പറ്റി പറയുന്നത് കേട്ടല്ലോ. ഇവരാണ് നമ്മളോട് പറയുന്നത്, നിങ്ങളൊന്നും യഥാർത്ഥ മുസ്ലിങ്ങളല്ല, യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളല്ല. നിങ്ങൾ നമ്മളുടെ ഉമ്മയും വാപ്പയും വാപ്പാന്റെ വാപ്പ അവരടക്കമുള്ള തലമുറകളും നമ്മുടെ പിൻഗാമികളായ മഹാന്മാരായ പണ്ഡിത ഗുരുവര്യന്മാർ, ഇവർക്കാർക്കും ഖുർആനും ഹദീസും മനസ്സിലായിട്ടില്ല. ഇവരാരും യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളല്ല. ഇവർക്കൊന്നും ദീന് തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് ദീൻ പറഞ്ഞു തരുന്നവരെ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. ഇത് ഏതാ ദീന്? ഇത് ഇസ്ലാമാണോ? ഇങ്ങനെയാണോ ഇസ്ലാമിന്റെ പ്രബോധനം? ഇങ്ങനെ ആയിരുന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും താബിയും ഇവിടെ ദീൻ പ്രബോധനം ചെയ്തിട്ടുള്ളത്? ആയിരുന്നോ? സ്വഹാബത്തിന്റെ മാതൃകയാണ്. ഇങ്ങനെയാണ് സ്വഹാബത്ത് ദീൻ പ്രചരിപ്പിച്ചത്? നമുക്ക് ദീൻ കൈമാറി തന്നത് അള്ളാഹുന്റെ റസൂലിന്, സ്വഹാബത്ത്, താബി, മഹാഇമാമിങ്ങൾ, പണ്ഡിതന്മാര്, അങ്ങനെ മഹത്വക്കളായ പണ്ഡിതന്മാരിലൂടെ നമുക്ക് ദീനെത്തിയത്. മഹാനായ മക്തൂമ്മമാർ, ഇവരൊക്കെ അചഞ്ചലമായ ആദർശത്തിന്റെ കാവൽവടന്മാരായിരുന്നു. നമുക്ക് കാണിച്ചു തരാനുള്ളത് ഇങ്ങനെയുള്ള മഹാന്മാരെ പണ്ഡിത ഗുരുവര്യന്മാരെ പാരമ്പര്യം. ഇവരാണ് നമുക്ക് ദീൻ കൈമാറി തന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, നിഷ്പക്ഷമായി ചിന്തിക്കുക. ഇവിടെ നമ്മൾ ഇവരൊപ്പം കൂടണോ? അല്ല. നമ്മുടെ മഹാന്മാരായ പിൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ മമ്പുറന്തങ്ങളും, ഇപ്പൊ നമ്മൾക്കറിയണ അടുത്ത കാലത്തുള്ള ആളുകളെ പറയാം, മഹാന്മാർ മമ്പുറന്തങ്ങൾ, വലിയകോട് ഉമർ ഖാദി, മഹാനാ സൈനുദ്ദീൻ മക്തൂം തങ്ങന്മാര്, ഇങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന ആ പാത, സ്വഹാബത്തിന്റെ ആ പാതയിൽ നിൽക്കുകയാണോ? അല്ല. ഇവരപ്പ കൂടുകയാണോ നല്ലത്? നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുക. ഈ മുജാഹിദ് സകല അമ്പിയാക്കളെയും തള്ളി പറയാം. ഇപ്പൊ നമ്മളെ കയ്യിലുണ്ട്. ഇപ്പൊ കണ്ടല്ലോ നിങ്ങള്, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയണ കോലാണത്. ഇതൊന്നും ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ മുജാഹിദ് കുട്ടികൾക്ക് അറിയില്ല. അവരിത് വലിയ സംഭവിച്ചിട്ട് കൊണ്ടിരിക്കുക. മുജാഹിദ് പറഞ്ഞാൽ ഇവര് അള്ളാഹിന്റെ റസൂൽ അംഗീകരിക്കൂല, സ്വഹാബത്തെ അംഗീകരിക്കൂല, മഹാന്മാരെ അംഗീകരിക്കൂല, ഔലിയാക്കളെ മഹാന്മാർ പണ്ഡിതന്മാരെ ഒന്നും ഇവർ അംഗീകരിക്കൂല. അവരൊക്കെ തട്ടുക. മൂസാ നബിനെ അമ്പിയാക്കളെ കളിയാക്കിയില്ലേ? ക്ലിപ്പില്ലേ? മൂസാ നബി എന്താ പറഞ്ഞത്? മൂസാ നബി അല്ല, മൂസ സാഹിബ്, മൂസാക്ക. അള്ളാഹിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മയമാക്ക. വേറെ ക്ലിപ്പ് നമ്മളെ കയ്യിലുണ്ട്.
ഇത് മതിയല്ലോ മനസ്സിലാക്കാം. ഇതിനും വലുതിന് വേറെ എന്താ പറയാനുള്ളത്? ഏ എന്നിട്ട് ഇവരാണ് നമുക്ക് ദീൻ പറഞ്ഞു തരുന്ന ആൾക്കാർ. ഈ ഈ കാലത്ത് ഞാൻ പറയട്ടെ, ഈ കാലത്ത് ഒരാൾ മുജാഹിദ് ആവുക എന്നാൽ അതിനേക്കാളും വലിയ ബുദ്ധിയില്ലായ്മ വേറെ ഒന്നുമില്ല. അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ ഒരാൾ മുജാഹിദ് ആവൂല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവർക്കൊന്നും ദീൻ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദീൻ പറഞ്ഞു തരാൻ വന്നവരെ കോലാണിത്. ഇങ്ങനെ ആയിരുന്നോ സ്വഹാബത്ത്? ഇത് സ്വഹാബത്തിന്റെ മാതൃകയാണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയാണോ?